സജാദും സഫ്നയും വന്നിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് ഫുള്ള് വീഡിയോ ആണ് അല്ലേ? വരൂ. അതെ അടുത്ത് അയ്യോ പേടിയുണ്ട്. യെസ്, അത്രയേ ഉള്ളൂ. യെസ്, സക്സസ് സ്റ്റോറീസ് വിത്ത് ആഷിന്റെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾ വരണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ഗ്രോത്തും എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതാണ്. ഈ ഒരു സക്സസിലേക്കുള്ള ഒരു ജേർണി ഈസി ആയിരുന്നു അതോ കഷ്ടപ്പാടായിരുന്നു? ഈസി അല്ലായിരുന്നു. കൊറേ കഥകളൊക്കെ സായിബോസിനും മാമിനും അറിയാം. പക്ഷെ ഇതിന്റെ സ്റ്റോറി പറയാനാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ തന്നെ മതിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നാട്ടില് എനിക്ക് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് ഓരോരോ റീറ്റെയിൽ സ്റ്റോഴ്സ് ലൈക്ക് ലിവൈസിന്റെയും കാറ്റർപില്ലറിന്റെയും ഫിലിമിയുടെ ഒക്കെ മാനേജേഴ്സ്, റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡിന്റെ ഒക്കെ ക്ലസ്റ്റർ മാനേജർ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എനിക്കൊരു 21 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു ആപ്ചിക്ക് അസുഖമില്ലാതെ മരിച്ചു. എൻ്റെ ഒരു 4ാം ക്ലാസ് മുതൽ ഉമ്മച്ചിക്ക് വയ്യാണ്ടായിട്ട് ഉമ്മച്ചി ഫുള്ളി പാരലൈസ്ഡ്. അപ്പൊ ആ ഒരു ചെറുപ്പം മുതലേ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനകത്തേക്ക് കയറിയതെന്ന് വെച്ചാൽ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു വാപ്പിച്ചിടം വരണം. ആ ഒരു സമയം മുതൽ ഫാമിലി ടേക്ക് ഓവർ ചെയ്തു. എനിക്ക് താത്ത ഓൾറെഡി മാരീഡ് ആണ്. അതിന് മുമ്പ് വാപ്പിച്ച് മരിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു സ്ഥാനം എടുക്കാനായിട്ട് ഫാമിലിയിൽ ആരും വന്നില്ല. എനിക്കൊന്നും ആകെ 21 വയസ്സുള്ളൂ. ഞാൻ അവിടുന്ന് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാപ്പിച്ചായിട്ട് ദൈവം സഹായിച്ച് അങ്ങനെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല പോയത്. നമുക്കൊരു വീടുണ്ടാക്കി തന്നിട്ടാ പോയത്. പക്ഷെ ഇനി മുമ്പോട്ട് എന്ത് എന്ന് ആലോചിച്ച് പകച്ച് കിളി പോയി എന്ന് വെച്ചൊരു സമയമാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഫീൽഡില്ല, സെയിൽസ് ആണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഇക്കാക്ക് പറഞ്ഞാൽ നീ നിനക്കുള്ള കഴിവ് യൂസ് ചെയ്തിട്ട് ഒരു കടയോ കച്ചവടോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്നു. അങ്ങനെ ഉമ്മച്ചിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വാപ്പിച്ച് ബാങ്കിലിട്ടിട്ട് പോയ ഒരു 3 ലക്ഷം രൂപ. ആ 3 ലക്ഷം രൂപ എടുത്തിട്ടാണ് ആദ്യമായിട്ടൊരു കട തുടങ്ങാം. ഒരു കുഞ്ഞു കടയാണ്, ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ടാവും. ആ കട തുടങ്ങാൻ ഉമ്മച്ചി ആ തന്ന പൈസ അത് എന്റെ മേലിൽ തന്ന ട്രസ്റ്റ്. അതിൽ നിന്ന് ദൈവം സഹായിച്ച് അത് ഒരു കടയായി, ആ ഒരു കട 2 കടയാക്കാൻ പറ്റും. പിന്നെ പെരുമ്പാവൂർ ഷോപ്പ് ഇട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ സക്സസിലേക്ക് പോയി. പിന്നെ കോവിഡ് ടൈം വന്നു. അതിനുമുമ്പ് ഡിമോണിറ്റൈസേഷൻ, പിന്നെ GST ഹിറ്റ് ചെയ്തു. പിന്നെ കോവിഡും കൂടി വന്നപ്പോ നമ്മുടെ നാടിന്റെ ഒരു നിലവിലത്തെ സിറ്റുവേഷനേക്കാൾ വെരി ബാഡ് ആയിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. അപ്പൊ അതിനുശേഷം കട കൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ എന്തെങ്കിലും കടബാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത്യാവശ്യം നല്ല രീതിയിൽ കടബാധ്യത. പക്ഷെ കടയൊക്കെ ക്ലോസ് ചെയ്യണതിന് മുമ്പാണ് നമ്മൾക്ക് എനിക്കൊരു ഇങ്ങനെ ഒരു കല്യാണാലോചന കുറെ ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ ആ പഴയ റിലേഷന്റെ ഇതിലേക്കുള്ള കാരണം ഈ ഒരു റിലേഷൻ ഉണ്ടായ സമയത്തൊക്കെ ആ റിലേഷൻ ഒരു 10, 14, 15 വർഷത്തെ റിലേഷൻഷിപ്പാണ്. അത് എന്റെ കയ്യിലിരിക്കൊണ്ടല്ല അത് പൊട്ടി. അപ്പൊ തീരുമാനമായി. അപ്പൊ അതിന്റെ ഒരു കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ആ ഒരു ഡിപ്രഷനിൽ നിന്നൊക്കെ മാറാനായിട്ട് ഞാൻ പിന്നെ മോഡലിംഗ് കാര്യങ്ങളിലേക്ക് പോയി. അപ്പൊ അതൊക്കെ ഒരു മൈൻഡ് ഒന്ന് ഫോക്കസ് മാറ്റാൻ കാര്യത്തിലേക്കാണ്. അപ്പൊ അങ്ങനത്തെ ആ റിലേഷൻ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സ്പിറ്റപ്പ് ആവാനാണ് ഈ മോഡലിംഗ് കാര്യങ്ങളിലൊക്കെ പറയുന്നത്. പിന്നെ അത് മനസ്സിലായി എനിക്ക് അതിനുള്ള സമയമില്ല. ദെൻ കം ബാക്ക് വന്നാൽ പിന്നെ ഉമ്മച്ചിക്ക് വയ്യാതാണ്. ഉമ്മച്ചി പറഞ്ഞ് ആവട്ടെ എത്ര നാളായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചെന്താ പിന്നെ ആകാം. പിന്നെ ഒരു നോർമൽ മാട്രിമോണി പ്രപ്പോസൽ തന്നെയാണ് നോക്കി തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഒരു ലൈഫിലൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുക, സജാദിനെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അതെ, ഞാനിപ്പോ സഫ്നനെ പെണ്ണാണാൻ ചെന്ന സമയത്ത് ഇന്റർവ്യൂ പോലെയായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഈസി ആയിരിക്കും കല്യാണം കഴിക്കാൻ. എന്റെ ആൻസർ എങ്ങനെയാണോ അതുപോലെ ഞാൻ എന്താണ്, എന്റെ വൈബ് എന്താണ്, മൈൻഡ് സെറ്റ് എന്താണ് ആള് മനസ്സിലാക്കി എടുത്തു. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻസ്? അതിനകത്തൊരു 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. എന്തിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം? ബൈക്കാണോ കാറാണോ? ഓക്കെ, ബൈക്കിൽ ട്രാവൽ ചെയ്യാനാണോ കാറിൽ ട്രാവൽ ചെയ്യണം? ഞാൻ സഫ്നയോട് ചോദിച്ചപ്പോ എനിക്ക് ബൈക്കിൽ ട്രാവൽ ചെയ്യണം. അപ്പൊ ചോദിച്ചാൽ എന്താ റീസൺ എന്താ? നല്ല കെട്ടിപ്പിടിച്ച് അടിപൊളിയായിട്ട് പോലെ സംഭവം കാറ് പ്രിഫർ ചെയ്യണ എല്ലാവരും എനിക്ക് കുറച്ച് കംഫർട്ട് ആണോ, എനിക്ക് കുറച്ച് ലക്ഷറി.
എന്നൊക്കെ ആലോചിച്ച് അപ്പൊ അവിടെ ഒരു ഫിൽട്രേഷൻ ഉണ്ട്. ഫൈനാൻഷ്യൽ സൈഡ്, മണി സൈഡ് കാര്യങ്ങൾ. ബൈക്കാണെങ്കിൽ ഉണ്ടല്ലോ, ബൈക്കാണെങ്കിൽ ഒരു കംഫർട്ട്, ഒരു ലഗ്സറി ഒന്നുമില്ലാണ്ട് പൊടി കഴിച്ചു. അതായത് നമുക്കിങ്ങനെ ഒരു ഫ്രീ മൈൻഡഡ് ആണ്. ഞാൻ രണ്ടാമത്തെ കാര്യം ചോദിച്ചെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ. സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ കുളു, മണാലി, കാശ്മീർ, അത് ഇതൊക്കെ അല്ല. അങ്ങനെയാണ് പറഞ്ഞ ഞാൻ വെട്ടിയിടാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചോദിച്ചു ഡ്രീം ഡെസ്റ്റിനേഷൻ പാരീസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടക്കുളത്തിലെ തവളകളെന്ന് പറയും, അവരാണ് ഈ കുളു, മണാലി, കാശ്മീർ അവിടെ വരെയൊക്കെ എത്തണം. കുറച്ചും കൂടി എക്സ്പോഷർ വേണം, കുറച്ചും കൂടി ട്രാവൽ ചെയ്യണം, കുറച്ചും കൂടി വൈഡ് ആയിട്ട് ചിന്തിക്കണം എന്ന് ചിന്തിക്കണവരൊക്കെയാണ് എന്റെ ചിന്താഗതിയാണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പാരീസ് ഒക്കെ ചിന്തിക്കുമ്പോ ഓക്കെ അടിപൊളിയാണ്. അപ്പൊ അത്രയൊക്കെ ഒരു പ്രോസസ് ഉള്ള ആൾക്കാർ. നിങ്ങളുടെ ലൈഫിലെ സക്സസിന് ഒരു ലൈഫ് പാർട്ണർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നമ്മളുടെ പാർട്ണർ നമുക്ക് തരുന്ന സമയം, നമുക്ക് സപ്പോർട്ട് ചെയ്യലും, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കലും. കാരണം ഞാൻ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ മേജർ എന്നെ ഹെൽപ്പ് ചെയ്ത, എന്റെ ഒപ്പം നിന്ന എന്റെ റൈറ്റ് ഹാൻഡാണ് സഫ. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോ ജസ്റ്റ് ആദ്യം പറഞ്ഞത് സഫ്ന നമ്മൊരു ഗ്രൂപ്പാണ്, ഈ ഒരു നിമിഷത്തില് ഈ ഗ്രൂപ്പ് വൺ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ നമ്മളൊരു ടീമാണെന്നാണ് അങ്ങനെയാണ് പറഞ്ഞത്. സോ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ കടയൊക്കെ വൈകിട്ട് പോയി. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളം അല്ലെ അടിപൊളിയായിട്ട് നല്ല റിച്ച് ലൈഫ് ആയിട്ട് തന്നെ പോയി. അപ്പൊ എപ്പോഴാണ് UK പോയത്? ഇനി അടുത്ത കഥയാണ്, അത് ഞാൻ ഭയങ്കര ക്രിസ്പായിട്ട് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഷോപ്പ് ക്ലോസ് ചെയ്യണം. ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ പൈസ ഇല്ല, കടം വന്ന് മൂടിക്കഴിഞ്ഞാണ് നമ്മളുടെ ചുറ്റിനുള്ള ആൾക്കാരെ ഞങ്ങള് ശരിക്കും റിയലൈസ് ചെയ്തു. അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അത്ര നാൾ കൂടി നിന്നവരായിക്കോട്ടെ. സത്യം പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വീട്ടില് ചോറ് വിടുമ്പോൾ അതിന്റെ അളവിന് വരെ കുറവ്, നമുക്ക് തന്നെ ഓരോ മീൻ വറുത്തതിന് വരെ അളവ് കുറയും. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാളാണ്. പിന്നെ ഞങ്ങള് കാനഡയിലേക്ക് ട്രാവൽ ചെയ്യാൻ നോക്കി. പൈസ ഇല്ല, എവിടുന്ന പൈസ ഉണ്ടാക്കാം? ആകെ ഒരു ഓപ്ഷൻ വാപ്പിച്ച് പണിത് വെച്ചാണ് ഒരു വീട് വന്നത്. വീട് വിൽക്കാൻ പറ്റില്ല, കാരണം അത് വാപ്പിച്ച് ഉമ്മച്ചിക്ക് വേണ്ടി കൊടുത്ത വീട്. പിന്നെ നമുക്ക് ആകെ ചെയ്യാനുള്ള ആ വീട് പണയം വെക്കാനുള്ളത്, അതിന് ഉമ്മച്ചിയുടെ പെർമിഷൻ. ഉമ്മച്ചിനെ അപ്രോച്ച് ചെയ്തു, ഉമ്മച്ചിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മച്ചി ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും വിശ്വാസം ട്രസ്റ്റ് ചെയ്യും. ഉമ്മച്ചിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യണം. പഠിച്ചുകൊണ്ട് ഒരു ഇതുകൊണ്ടും പല സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ വന്നു. പല സൈഡിൽ നിന്ന് ആൾക്കാർ വേണ്ട, അവൻ പറ്റിക്കും, റിലേറ്റീവ്സ് ആണോ നമ്മളുടെ മുഖത്തൊക്കെ ചിരിച്ചവരാണോ സെറ്റ് എന്ന് പറഞ്ഞവര് ഉമ്മച്ചെടുത്തോട്ട് വേണ്ടട്ടാ, ഞാൻട്ടാ പെടൂട്ടാ, പിന്നെ ഒരു പരിപാടി ഉണ്ടാവില്ലട്ടോ, അവനറിയാലോ, തിരിച്ചറിയില്ലാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഉമ്മച്ചി നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ബാക്കപ്പും ഇല്ല, ഒരു നയാ പൈസ എടുക്കാനില്ല. എന്നിട്ട് ഉമ്മച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നു. അതായത് ആ വീട് നമ്മൾ വേറൊരു വ്യക്തികൾക്ക് പണം കൊടുത്ത് അങ്ങനെ ഒരു 20 ലക്ഷം രൂപ പണയത്തിന് എടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കാനഡക്ക് അപ്ലൈ ചെയ്ത്, കിട്ടിയില്ല, ഞങ്ങൾ UK പോകണം. ഉമ്മച്ചിക്ക് ഒന്നാമത് വയ്യ, പിന്നെ മെന്റൽ പ്രഷർ, ഈ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് കാനഡക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡി ആവില്ല. പക്ഷെ ഇത്രയും പ്രശ്നങ്ങളിൽ സഫ്ന കൂടെ നിന്നല്ലോ, അങ്ങനെ അതെല്ലാവരും ചെയ്യില്ല. സത്യം പറഞ്ഞ അവളുടെ കയ്യിലുള്ള ഒരു മോതിരം വരെ ലാസ്റ്റ് എനിക്ക് വീട് തന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ട് മഹർ എന്ന് പറയും നമ്മള് താലിബാൻ, അതുവരെ ഒരുത്തുന്ന അങ്ങനത്തെ ഒരു വളരെ പരിതാപകരമായിട്ടുള്ള കാറ് കൊടുത്ത്, ബൈക്ക് കൊടുത്ത്, കയ്യിലുള്ള പൈസ കൊടുത്ത്, വാച്ചുള്ളതും എല്ലാം വിറ്റ് പിറക്കി തീരുമാനമായി. ഇനി ഒന്നുമില്ല എൻ്റെ അത്ര. ചില സിറ്റുവേഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകാൻ നേരത്ത് ബൈക്കിന് പോകുമ്പോ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. 20 രൂപ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനെ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ വണ്ടി അവിടെ വെച്ചിട്ട് ബസ്സിന് കയറി വന്നു പൈസ ഇല്ലാണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ വരെ പോയിട്ട് ആ സമയത്തൊക്കെ നമ്മള് ഫ്രണ്ട്സിനോട് ചോദിക്കും, അവിടെ ഒരു മൂന്നുണ്ടാവും, തരാൻ പേടിയാ, തിരിച്ചു കിട്ടൂല. കാരണം നമ്മള് തകർന്നല്ലോ, നശിഞ്ഞല്ലോ, തീരുമാനമായി, വീടും വിറ്റ് എല്ലാം വിറ്റുന്നു. നമ്മള് വീട് പണയം കൊടുത്തുള്ളൂ, നാട്ടിൽ മൊത്തം പാട്ടയക്കണ കടം വന്ന് വീട് വിറ്റ് പെറുക്കി നശിഞ്ഞ് വാപ്പ ഉണ്ടാക്കി താമം കൊണ്ട് നശിച്ചു. അതോടുകൂടി നാട് വരത്ത് മതിയായി. അപ്പൊ UK എന്ത് എംപ്ലോയ്മെന്റ് വിസ ആണോ? സ്റ്റുഡന്റ് വിസ. അപ്പൊ സഫ്നയുടെ സ്റ്റുഡന്റ് വിസ, ഡിപെൻഡന്റ് വിസ, അങ്ങനെ. UK എത്തി അവിടെ ഇറങ്ങി നമ്മളൊരു വീട് എടുത്തിട്ടുണ്ടായി റെന്റ്. ആ വീട്ടിൽ കയറി ചെന്നിരുന്നപ്പോ സഫ്നയുടെ ഫസ്റ്റ് പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ ഓർമ്മ, ഞങ്ങൾ സോഫയിൽ ഇരിക്കുക, ഇക്ക എന്നോട് ഇങ്ങനെ പറഞ്ഞു, സഫ്ന UK നമുക്ക് പറഞ്ഞിട്ടില്ല. കാര്യം എന്താ? എനിക്ക്
എനിക്ക് അവിടെ ചെന്നപ്പോ എനിക്ക് ഉള്ളിൽ എനിക്ക് അങ്ങനെ തോന്നി ആ. നമുക്ക് പറഞ്ഞു ഏതാ നമുക്ക് പറഞ്ഞേക്കണേ നമുക്ക് സെറ്റിൽ ആവണം സീരിയസ്ലി ഇപ്പൊ പറയുമ്പോർക്കും ഞാൻ ജസ്റ്റ് നമ്മൾ കഥ പറയുന്നത് വിചാരിക്കും. ആ. വല്ലാഹി അത് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇതിക്ക് മുമ്പ് ദുബായിലേക്ക് ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല. എന്റെ കസിൻസ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ദുബായിലുണ്ട്. ആ. ഞാൻ 2017-18 ടൈമില് ദുബായിൽ വന്നിട്ടുണ്ട്. അന്ന് ദുബായ് കാണാനായിട്ടും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും. അങ്ങനെ വന്നു. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്നത് ദുബായാണ് പറഞ്ഞത്. അന്ന് ദുബായിൽ എന്താ ഏതാ എങ്ങനെ അന്ന് ദുബായാണ് പറഞ്ഞത്. എന്നിട്ട് UK ഒരു ടൈം ഉണ്ടായിരുന്നു ഇടങ്ങേറാവാന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഇങ്ങനെ ഇടങ്ങേറായി. കാര്യം എന്താ? ഞങ്ങള് ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഫീസ് അടക്കണം, എല്ലാം ഫീസ് അടച്ചില്ലെങ്കിൽ ഡീപ്പോർട്ടാ, എല്ലാം ടെൻഷനായി, മൊത്തത്തിൽ ടെൻഷനായി. ജോബ് കിട്ടുന്നില്ല. അതിന്റെ ഇടയിൽ നാട്ടില് കടം, നല്ലൊരു കടം, അവിടുന്ന് അവിടുന്ന് ഫോൺ, പിന്നെ കേസ് കൂട്ടും, അതിന്റെ ഫോൺ, ഇതിന്റെ ഇടയിൽ ജോലി. സാധനം തപ്പിപ്പിടിച്ചൊരു സെയിൻസ്ബറിയിൽ ഒരു വെയർ ഹൗസ് ജോബ് -32 ഡിഗ്രി അങ്ങനെ ജോബ് ചെയ്തിട്ടുണ്ടല്ലോ. 12 മണിക്കൂർ ജോലി അല്ലേ, സീൻ സാധനം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ എപ്പോഴെങ്കിലും ലൈഫിൽ സക്സസ് ആവണം, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എനിക്ക് ഇനി വേറൊരു നല്ലൊരു ലൈഫ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് കഴിവുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് എന്ത് കഴിവുകൾ ഇല്ലാന്ന് എനിക്കറിയാം. ശരിക്കും ഞാൻ ആലോചിച്ച്, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തിനാണ് പഠിച്ചു നമ്മൾ ദുബായിലേക്ക് കൊണ്ടുവരാനാണ്, എന്തിനാ UK ലേക്ക് കൊണ്ടുവരും? ലൈഫ് എന്താന്ന് പഠിക്കാൻ. ആരൊക്കെ ഒപ്പം ഉണ്ടാവും, ആരൊക്കെ ഒപ്പം ഉണ്ടാവില്ല, പൈസയുടെ വില എന്താണ് പഠിക്കാനാണ് നമ്മൾ UK ലേക്ക്. ഞങ്ങള് ചില സിറ്റുവേഷനിൽ ഒരു ദിവസം ഒരു മീല് പോലും കഴിക്കാത്ത സിറ്റുവേഷൻ. പാസ്ത അവിടെ 25 പെൻസ്. ആ പാസ്ത മാത്രം കഴിച്ചിട്ട് എന്റെ കയ്യിൽ ഒരു 8-9 മാസം നമ്മൾ തള്ളി നീക്കില്ല. പാസ്ത മാത്രമേ ഉള്ളൂ, ഏത് മീലിലും പാസ്ത. പിന്നെ എങ്ങാനും ചില്ലറ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് റോൾ ചെയ്തിട്ട് മുറിച്ചിരുന്നു. സോസേജിന്റെ വേറെ സാധനം, സോസേജ് അല്ല വേറെന്തോ സാധനം പറയണം. ഹഫിയാണ് നമുക്ക് പറഞ്ഞു, നമ്മളൊരു കൂട്ടുകാരനെ പറഞ്ഞു നിങ്ങൾക്ക് പാസ്ത മാത്രം കഴിക്കില്ല, എന്തെങ്കിലും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് ചിക്കൻ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് എന്നിട്ട് അത് കുക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഹഫിന എന്നിട്ട് പറഞ്ഞത് ഞാനും ജോലിക്ക് പോവാ. ബട്ട് ആ ടൈമില് കിട്ടുന്നില്ല. ആ ടൈമിൽ എനിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ ടൈം ചെയ്യാൻ പറ്റില്ല. പാർട്ട് ടൈം കിട്ടാൻ നല്ല പാടാ. ലാസ്റ്റ് ഒരു ക്യാഷ് ആൻഡ് ഹാൻഡ് ജോബ് കിട്ടി. അത് ഒരു ഷോപ്പില് നമ്മൾ സാധനം എടുത്ത് വെക്കലാണ്. നല്ല പാടാ. അതും എനിക്കൊരു 2 hours പോയാലാണ് അവിടെ എത്തുള്ളൂ. രാവിലെ പോണം, രാത്രി ഒരു 12 ആവും തിരിച്ചെത്തുമ്പോ. ബസ് കയറി നിന്നൊക്കെ വേണം വരാനായിട്ട്. അതിനകത്തൊരു കളിയില്ല. 2 പൗണ്ട് ഉള്ളൂ ബസ്. ആ 2 പൗണ്ട് മുടക്കട്ടെ. 2 പൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 200. 2 പൗണ്ട് അങ്ങോട്ട്, 2 പൗണ്ട് ഇങ്ങോട്ട്, അപ്പൊ 400 രൂപ. അപ്പൊ ഞങ്ങൾ ഒരു പണി, ഒരു 2.5 കിലോമീറ്റർ നടക്കുക, മനസ്സിലായി തിരിച്ചു നമുക്ക് നടക്കാം, കുറച്ചുകൂടി ഹെൽത്തിന് നല്ലതാണ്. ആ 2 പൗണ്ട് സേവ് ചെയ്യാൻ അങ്ങനെ പിടിച്ച് വെച്ച് നാട്ടിൽ ഓരോ കടന്നു. ഞാനെങ്കിൽ അടച്ചിട്ട് തീരുന്നുണ്ട്, അടച്ചാലും തീരും. അല്ല, അപ്പൊ എങ്ങനെയാണ് അപ്പൊ പിന്നെ ദുബായിലേക്ക് വരാനുള്ള ഒരു പ്ലാൻ ഉണ്ടായത്? അത് ആ ടൈമില് വിസ തീർന്നു. ഇപ്പൊ PSW എടുക്കണമെങ്കിൽ പിന്നെയും ഒരു 6 lakhs ആണ്. അത് നമ്മുടെ ഇല്ല എടുക്കാനായിട്ട്. അപ്പൊ ആ ടൈമില് ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവര് പറഞ്ഞു, അവരെനിക്ക് വിസ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് വിസ ഓക്കെ ആയിരുന്നു. അപ്പോഴാണ് ഒരു ലോ വന്നത്. അവിടെ ഇങ്ങനെ ലോസ് ഇപ്പൊ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വിസ കിട്ടൂല അവിടെ. 5 വർഷത്തേക്ക് വിസ കിട്ടിയപ്പോ പുതിയ റൂൾ വന്ന് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു PSW വിസ. ഞങ്ങളൊരു തീരുമാനം എടുത്തു, നീ എന്നെ ട്രസ്റ്റ്, എന്നെ വിശ്വസിക്കും. ഞാൻ പോയി, ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടു നമ്മുടെ കടങ്ങൾ തീർക്കും, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോഴൊന്നും നമ്മൾ ലക്ഷറി ലൈഫ് ഒന്നും അല്ല, കടം തീർക്കണം, 3 നേരം തിന്നണം, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പോലും അറിയില്ലട്ടെ ഈ സിറ്റുവേഷൻ. ഇന്ന് UK കാനഡ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് ഒരു ലിമിറ്റ് വന്നു. UK കാനഡ എന്നൊക്കെ പോകുമ്പോ എല്ലാവരും അവിടെ അടിപൊളിയാണ്. ബാങ്കില് ക്യൂ നിന്നിട്ടുണ്ട്. ഞാൻ ഫുഡ് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോ അവർ ലാസ്റ്റ് ഞങ്ങളുടെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഫുഡ് തന്നിടുമായിരുന്നു. ആ ഒരു ഫുഡ് വശം ജീവിച്ചിട്ടുണ്ട് കുറെ നാള്. അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു ഓഫീസ് അസിസ്റ്റന്റായിട്ട് വർക്ക് കിട്ടി. അങ്ങനെ അവിടെ ഇതില്ല, സാലറി ഇല്ല, പക്ഷെ ആ ലാസ്റ്റ് ആ ഫുഡിന്റെ കവർ കിട്ടൂലോ എന്നുള്ളൊരു ഹാപ്പിനെസ്. നിങ്ങൾ അങ്ങനെ ആ തീരുമാനം എടുത്ത് സജാദ് മാത്രം ദുബായിലേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UK ലേക്ക് കൈ വീശി വന്നപോലെ ദുബായിലേക്ക് പോകാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. ഇവിടെ കുറെ കസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദുബായ് എന്ന് പറഞ്ഞ ഓപ്ഷൻ
പണ്ടേ ഉണ്ട്, നമ്മൾ ചൂസ് ചെയ്തില്ല. നമ്മള് മലയാളികൾക്ക് ദുബായ് പക്ഷേ ദുബായിൽ എന്ത് ചെയ്യണം എന്നിട്ട് ഇരുന്ന് ലാപ്പ് എടുത്തോണ്ട് ഇത് ചെയ്യും, എന്താണ് അവിടെ അടിപൊളിയായിട്ട് ചെയ്യാൻ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അത് അവിടെ അങ്ങനെ പടച്ചോനായിട്ട് മനസ്സിൽ തോന്നിച്ചാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ദുബായില് റിയൽ എസ്റ്റേറ്റ് തോന്നുന്നു. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ സംഭവം ചെയ്യണം. അപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ട്, അവനെ ഞാൻ വിളിച്ചു. അവൻ പറഞ്ഞു കുറെ പരിപാടി റിയൽ എസ്റ്റേറ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും, നല്ല സെയിൽസ്. എനിക്ക് ആകെ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കൺവിൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു കുറച്ചും കൂടി സെയിൽസിൽ സ്കിൽ. എന്നിട്ട് റിയൽ എസ്റ്റേറ്റിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. ഇങ്ങനെ കമ്പനികൾ തപ്പിക്കൊണ്ട് പോകാൻ നേരത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് വീഡിയോസ് ആണ്, ഇവിടെ അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്. ഞാൻ നേരെ ആശയുടെ വീഡിയോസ് ആണ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് സ്ക്രോൾ ചെയ്ത്, പിന്നെ ആശ മാത്രമല്ല വേറെ ഇവിടെ പ്രൊമിനന്റ് ആയിട്ട് കുറച്ചും കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഫെയിം ആയിട്ട് വേറൊരു രണ്ടുപേരെ നോക്കിയിട്ട് രണ്ടുപേർക്ക് മെസ്സേജ്. പക്ഷെ ആശാനാണ് എനിക്ക് മെസ്സേജ് റിപ്ലൈ. സത്യം പറയല്ലേ, കുഞ്ചുവിന് മെസ്സേജ് അയച്ച ഒരു ആൾക്കൊരു റിപ്ലൈ ചെയ്യാറില്ല. എങ്ങനെ സജാദിന് റിപ്ലൈ ചെയ്തത് എനിക്കത് ഇപ്പോഴും ഒരു ചോദ്യം. ആശാൻ റിപ്ലൈ എന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ പുള്ളി അടിച്ചോയാന്നൊന്നും അറിയാൻ പാടില്ല, പോയോ പുള്ളി ഇവിടെ പറഞ്ഞെന്താ അറിയോ, ഒരു എന്തോ കുന്തോല്ല, ഒരു എത്തും പിടിയില്ലാതെ എന്തെന്ന് പറഞ്ഞ് ചെല്ലും. അവിടെ ചെല്ലിട്ട് പുള്ളി നിന്ന് ആശാൻ അപ്പോഴും പറയണ വാ നോക്കാം റിവ്യൂ ചെയ്യാം. അപ്പൊ എനിക്കൊരു ലോങ് മെസ്സേജ് അയച്ചു, സജാദ് വിചാരിക്കുന്ന പോലെയല്ല, അങ്ങനെ ഒരു 100% സാലറി ഓറിയന്റഡ് ഒന്നല്ല, 100% കമ്മീഷൻ ഓറിയന്റഡ് ആണ്. ചെയ്യാൻ പറ്റുമോ, പോസിബിൾ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം ഫ്ലൈറ്റ് എടുത്ത് ELL പ്രോപ്പർട്ടീസ് സായിഷാമിനെ മാത്രം കണ്ടിട്ട് ഞാൻ നേരെ ദുബായിലേക്ക്. സത്യം 100%. പുറത്ത് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളി അപ്പോഴും റിപ്ലൈ തന്നിട്ടില്ല എനിക്ക്. ഇത് മാത്രം കണ്ടു തന്നെയാണ്. ഇതില്ലെങ്കിൽ ബാക്കി പിന്നെ തവക്കലത്തല്ലോ ഇറങ്ങുക, അങ്ങോട്ട് ഇറങ്ങുക, ആ ഒരു മൈൻഡ് ഉണ്ട്. എവിടെ കൊണ്ടുപോയിട്ടാലും നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ വന്ന് സായി ദോസം വിളിച്ചു, വന്നിറങ്ങി അന്ന് ഫോൺ വിളിച്ചു, എടുത്തില്ല. റൂം എടുക്കണം, പൈസ ഇല്ല. എന്റെ കസിന്റെ വീട്ടിലാണ്. അവനാണ് എനിക്ക് അവന്റെ വീട്ടില് അവന്റെ ഒരു സോഫയുടെ ഒരു മൂല എനിക്ക് ഇവിടെ കിടന്നു, എനിക്ക് ജോലി കിട്ടി നിനക്ക് വേറൊരു റൂമിലേക്ക് മാറുന്ന വരെ ഇവിടെ കിടന്നു പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. UK അനുഭവിച്ചതിന്റെ ഡബിൾ ആയിരുന്നു ദുബായിൽ വന്നിട്ട് ഞാൻ വന്ന് ആശാനെ വിളിച്ച് ഫോൺ എടുത്തില്ല, വൈകിട്ട് വിളിച്ചു ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം എന്തായാലും രാത്രി മെസ്സേജ്, പിറ്റേ ദിവസം മെസ്സേജ് വന്ന് അത് ഞാൻ തിരക്കിലായിരുന്നു, എത്തിയിട്ടുണ്ടോ, ഓക്കെ എവിടെയാണ്, ഒരു ദിവസം ഓഫീസിലേക്ക് വരാം. അപ്പൊ ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്ന് ഫിക്സ് തിങ്കളാഴ്ച വിളിച്ചു. അത് കഴിഞ്ഞാൽ അന്ന് മെസ്സേജ് ഇന്റർവ്യൂവിന് വന്നതിന് മുമ്പേ എനിക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്ന് അയച്ചുതരാമോ. ഞാൻ വെച്ചിട്ട് UK ആക്സെന്റില് എന്നിട്ട് അയച്ചോട്ട് പോരാ, നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ലീഡ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതൊക്കെ എന്താണ് സജാന് തോന്നുന്നത് എന്നുള്ളതും കൂടി ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് അയക്കാം. അത് അയച്ചു കൊടുത്തപ്പോ എങ്ങനെ അൽഹംദുലില്ലാഹ് നാളെ വരും നമുക്കൊരു ഇന്റർവ്യൂ നോക്കാം, ഇന്നതാണ് നമ്മുടെ പഴയ ഓഫീസല്ലേ, അപ്പൊ അവിടെ ബിസിനസ് ഞാനോ ഓക്കെ എല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ അവൻ പറഞ്ഞു, എടാ ഇവിടെ കോട്ടിടണം, കോട്ടിട്ടാലാണ് നമുക്കൊരു വില കിട്ടുള്ളൂ. പൈസ ആകെ UK എങ്ങാണ്ട് 100-200 പൗണ്ട് ആയിട്ടോ വന്നേക്കാം. അവന്റെ ഒരു പഴയ കോട്ട് ഉണ്ട്, അതൊന്നും ഓക്കെ ഞാനത് കായം ചെയ്ത് സെറ്റാക്കി ഞാൻ ഓഫീസിൽ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരത്തി ഇരിക്കണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി ഞാൻ എന്നെ ഇന്റർവ്യൂ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ, ഓക്കെ ചെയ്യാൻ പറ്റുമോ, ഞങ്ങളിരുന്ന് സംസാരിച്ചു. അപ്പൊ സായിബോസ് പറഞ്ഞു എന്താ സാർ ഓക്കെ ആണോ, ചെയ്യാൻ പറ്റുമോ. എന്നിട്ട് ആ ഡേ മൊത്തം ഓഫീസിൽ സ്പെൻഡ് ചെയ്ത്, നല്ല കൾച്ചർ, നല്ല കിടിലൻ ഓഫീസ്, മറ്റേ കോർപ്പറേറ്റ് സംഭവമൊന്നുമല്ല, ഫുൾ ഫാമിലി മൂഡ് സെറ്റപ്പ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു നമ്മൾ പാർക്കിംഗ്. അപ്പൊ ആശാൻ പറഞ്ഞു പിന്നെ മെട്രോയിലേക്ക് ആക്കി തരാം. ഓക്കെ നമ്മൾ മെട്രോയിലേക്ക് വരും. ചോദിച്ചു റീചാർജ് പൈസ സിം തരാം. അപ്പൊ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ പഠിപ്പിച്ച ട്രെയിനിങ് ഒക്കെ തരാം, എല്ലാം സെറ്റ്. അപ്പൊ ഞാൻ വീഡിയോ വെച്ചെന്ന് പറഞ്ഞു, ഞാൻ വീഡിയോ വെച്ചു കൊടുത്തത് അടിപൊളിയാണ്, മാഷാ
ഓക്കെ എന്നൊക്കെ പറഞ്ഞ സെറ്റായി. അവിടെ എനിക്ക് ഹോപ്പായി. ഇത് കഴിഞ്ഞ് നേരെ മെട്രോ കയറ്റി വിട്ട് മെട്രോയിൽ ഇരുന്ന് ഞാൻ എത്തിയില്ല. ഐശ്വര്യ മാം കോളി. ആ സജ എവിടെയാണ്? മെട്രോയില. ആ എങ്ങനെയുണ്ടായി ഓഫീസ്? നാളെ മുതൽ വരണ്ട. അല്ല ഞാൻ പറയാം, ഇത് ഞാൻ പറഞ്ഞില്ല, ഈ പ്രശ്നമില്ല. ഞാൻ ഏതോ മെട്രോ സ്റ്റേഷൻ ഞാൻ അവിടെ അങ്ങോട്ട് ഇറങ്ങി പോയി ഒരു സൈഡിലിരുന്ന ഒരു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് ഒരു ഫാമിലി പോലെ പോകുന്നു. കുഞ്ചു ആണെങ്കിൽ വളരെ കാമായിട്ടുള്ള ഒരു വ്യക്തി. സജാദ് റൂമിൽ വന്ന് വൈകുന്നേരം ജസ്റ്റ് ഒരു ട്രെയിനിങ് സെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കാം, പുറത്ത് നമ്മുടെ എല്ലാവരും ഒരു ഫാമിലി. അപ്പൊ ഇവിടെ സജാദ് ഭയങ്കര ബഹളം, ആക്റ്റീവ്, ഫുൾ ഓൺ. അപ്പൊ സജാദ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കുന്ന ഇത്രയും എനർജി ഉള്ള ആള് നമ്മുടെ ഒരു ഓഫീസ് വൈബിന് വർക്കൗട്ട് ആവും. പിന്നെ സജാദിനന്ന് വേറെ ഈ ലുക്കല്ല, അന്ന് മുടിയൊക്കെ ഉണ്ട്, താടി മുടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പേജ് നോക്കി, സജാദിന്റെ പേജ് നോക്കിയപ്പോ ഫുള്ള് അടിച്ചു പൊളിച്ച് ഫ്രീക്ക്. പിന്നെ നിങ്ങളുടെ കുറെ റൊമാൻറ്റിക് ഇതൊക്കെ. പിന്നെ സജാദിനന്ന് വേറെ ഈ ലുക്കല്ല, അന്ന് മുടിയൊക്കെ ഉണ്ട്. ആ മുടി ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, മുടി ഉണ്ടെങ്കിൽ ഇത്തിരി പ്രശ്നക്കാരനാണ്. അപ്പൊ ഒരു പ്രശ്നക്കാരൻ, ഇനിയിപ്പോ അങ്ങനെ പ്രശ്നക്കാരനായിരിക്കും, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നാ വേണ്ട. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. എനിക്കത് മനസ്സിലായി. കാരണം എന്താ വെച്ചാല് അതെനിക്ക് പഠിച്ചൊരു പാഠം. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഞാൻ അന്ന് ആക്ച്വലി വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണം, അതാണ് സെറ്റ് ആവുള്ളൂ. കാരണം റിയൽ എസ്റ്റേറ്റ് പോലത്തെ ഒരു കമ്പനിയാണ്, എനർജറ്റിക് ആയിട്ട്. ആ എനർജി എനിക്ക് ഒരു പണിയായെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ വിചാരിച്ച് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ലൈഫിൽ രക്ഷപ്പെടണം, എന്തെങ്കിലും ചെയ്യണം. അന്ന് എനിക്ക് ആശം തന്നെ പറഞ്ഞു, നമ്മൾ മാത്രമല്ല വേറെ ഒരുപാട് കമ്പനികളുണ്ട്, ഒന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് ഒന്ന് നടപടി അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് പൈസ അയച്ചെന്നവിടെ ഞാൻ പിന്നെ അവനെ അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ഒരു ബെഡ് സ്പേസിലേക്ക് മാറി. അതാണ് എൻ്റെ ദുബായിലെ ഫസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. റിഗ്യയിൽ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ബെഡ് സ്പേസിലേക്ക് മാറി. 36 പേരുണ്ട് ഒരു ബെഡ് സ്പേസിൽ, 1-2 ബാത്റൂം അനുഭവിച്ചു. നല്ല അടിപൊളിയായിട്ട് ദുബായിൽ ഒരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും കടന്നു പോയേക്കണ ഒരു സിറ്റുവേഷനാണ്. ബെഡ് സ്പേസ്, ബാത്റൂമിൽ പോകാൻ ക്യൂ നിൽക്കല്, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ, റൊട്ടി, റൈത്ത, ചില സമയത്ത് റൈത്ത വാങ്ങാൻ പൈസ ഇല്ലാണ്ട് റൊട്ടി പച്ചവെള്ളത്തിൽ മുക്കി കഴിച്ചാൽ ഞാൻ വെറുതെ കള്ളണെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ചില ദിവസങ്ങളിലൊക്കെ സ്വപ്നം രാവിലെ വിളിക്കും, അവൾക്ക് ഓഫുള്ള ദിവസം. അപ്പോൾ അവൾ വിളിക്കാൻ നേരത്ത് ഞാൻ പറയും പല്ലേ ചെട്ടില്ല, വേസ്റ്റ് വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും, ഞാനത് ചെയ്യും, മസ്റ്റായിട്ട് ഞാൻ ചെയ്യും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അന്ന് എൻ്റെ കൂടെ നിന്ന് ആരുമില്ല, അന്ന് എൻ്റെ കൂടെ നിന്നത് സ്വപ്നം മാത്രമേ ഉള്ളൂ. അന്ന് നാട്ടിൽ അത്രയും കടം ഉണ്ടായിട്ട് എങ്ങനെയെങ്കിലും വീട് തിരിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം. ആ വീട് തിരിച്ചെടുക്കണം, ഉമ്മച്ചിനെ തിരിച്ചോണ്ട്. ആ ഉമ്മച്ചിനെ നോക്കാൻ അവിടെ ആരുമില്ല, ആകെ താത്ത മാത്രം പോയി നോക്കുന്നത്. അന്ന് താത്തയും കൂടെ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 1-2 കമ്പനിയിൽ 1-2 ദിവസം വർക്ക് ചെയ്യും, പറ്റൂല ഇറങ്ങിപ്പോരും, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ അവസാനം ഒരു കമ്പനിയിൽ കയറി. എന്താണ് റിയൽ എസ്റ്റേറ്റ്, ഏതാണെന്ന് പഠിപ്പിക്കാൻ പോലും ആൾക്കാരില്ല. ഒരു ടീം ലീഡർ ഉണ്ടായി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അതിൻ്റെതായിട്ടുള്ള ഒരു ട്രിക്സും അതിൻ്റെ ഒരു ടാക്ടിക്സും എല്ലാ സംഭവങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ ആശാന്റെ വീഡിയോസ് ആണ്. ഞാൻ ആശാന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഓരോ പ്രൊജക്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നത്. ആകെ ഒരു കോട്ട് ഉണ്ടാവില്ല, ഇത് വിട്ടുകൊണ്ട് എപ്പോഴും നടക്കും. ഓരോരോ ഓഫീസുകളായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ പല 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 ഓഫീസിലും ആശാനെ കണ്ടിട്ടുണ്ട്. ആശാനെ കാണും, ഞാനും കണ്ടിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിലുണ്ടോ? ഞാൻ ELL ഫസ്റ്റ് ഡേ വർക്ക് ചെയ്തിട്ട് എന്റേതായ പ്രശ്നങ്ങൾ കാരണം എന്നെ പറഞ്ഞു വിട്ടപ്പോ എനിക്കതൊരു ലൈഫിലൊരു പാഠമായിരുന്നു. എന്താണ് ദുബായ് എന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ. ചിലപ്പോൾ ഞാൻ ആദ്യമേ ELL കയറിച്ചെങ്കിൽ എനിക്ക് എന്താണ് ദുബായ്, ഇവിടെ ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കില്ല. മെട്രോയില് ടാപ്പ് ചെയ്യാൻ പൈസ ഇല്ലാണ്ട് ഫ്രണ്ടിൽ ഒരാൾ കയറുമ്പോ അതിന്റെ ബാക്കിൽ കയറും, എന്നിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടി ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യും ആരെങ്കിലും വരാൻ വേണ്ടി, തിരക്കൊരുമ്പോ അതിന്റെ ബാക്കിൽ ഇറങ്ങും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മെട്രോയിൽ ടാപ്പ് ചെയ്യാത്ത ബസ്സിൽ കയറാൻ പറ്റില്ല, എന്നിട്ട് നടക്കും. എന്റെ ഓഫീസ് ബിസിനസ് വേയിൽ അങ്ങനത്തായിരുന്നു. ഒരു 3-3.5 കിലോമീറ്റർ ആ വെയിലത്ത് അങ്ങോട്ട് വന്നു, എന്നിട്ട് രാത്രി തിരിച്ചു അതുപോലെ തന്നെയാണ്. ആ
അവിടെ ഇരിക്കും ഓഫീസിൽ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ബെഡ് സ്പേസിലൊന്നാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. പല പല ടൈമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. 36 പേരിൽ ഡബിൾ ടക്കറിന്റെ മേളിലുണ്ട്. അതിന്റെ ഏറ്റവും മേളിലാണ് ഞാൻ എടുക്കുന്നത്, കാരണം അതിനാണ് ഏറ്റവും റെന്റ് കുറവ്. അതിന്റെ മേളിൽ കയറി താമസിക്കും, അവിടെ കിടക്കും. എന്നാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഓഫീസിൽ പോകും. ഇത് 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13ാമത്തെ മാസമായി. അയ്യോ, അന്ന് അത്ര മാസം എടുത്തിരുന്നില്ലേ? അതായത് 1 വർഷവും 1 മാസം ഒരു ഡീല് പോലും ക്ലോസ് ചെയ്തില്ല. 1 രൂപ എനിക്കില്ല. എന്നാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സജാദിനെ എവിടെയൊക്കെ വെച്ച് കാണും, ഏതെങ്കിലും ഡെവലപ്പർ ഓഫീസിലൊക്കെ വെച്ച് കാണും. സജാദ് അത് എന്നോട് കുഞ്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. സജാദ് ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു കമ്പനിയുടെ ദേഷ്യം ഉണ്ടാവും. അപ്പൊ അന്ന് സജാദ് ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കും, ഷേക്ക് ഹാൻഡ് വരും, ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. എന്നാലും ഡീലടിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല. പക്ഷെ നോർമലി ഉള്ള ആൾക്കാർ എന്ത് പറയുന്ന വെച്ചാൽ ഡീൽ യെസ് ഞാൻ 5 ഡീലടിച്ചു, 10 ഡീൽ. അപ്പൊ ആ ഒരു ഈഗോ വരണം. അങ്ങനെ ആ ഒരു ഈഗോ ഇല്ലാത്തത്. അപ്പൊ എന്നോട് കുഞ്ചു പറയുന്നുണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ, നല്ല കഴിവുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞങ്ങള് വീഡിയോസും കാണും, സജാദിന്റെ വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് റിയൽ എസ്റ്റേറ്റ് വീഡിയോസ്. യെസ്, വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ചിന്റെ ഒരു ക്ലൈന്റ് ഇങ്ങോട്ട് ഇത് ഈ പയ്യൻ പറയുന്ന പ്രോപ്പർട്ടി നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ എവിടെ വെച്ച് കണ്ട്. അപ്പൊ നമ്മള് വീണ്ടും ഹയറിംഗ് ടൈം. അപ്പോഴാണ് സജാദ് സമയത്തുണ്ടല്ല 12 മാസമായിട്ട് ഇൻകം ഇല്ലാതെ നാട്ടില് കടം കൊടുക്കാനുള്ള ഒരു ചീത്ത തെറി കാര്യങ്ങള്, വീട്ടിൽ വന്ന ഒച്ചപ്പാട് കാര്യങ്ങളും, മറ്റേ വീട് പണയത്തിന് വെച്ചാൽ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴും ജപ്തി നോട്ടീസും. ഈ സിറ്റുവേഷനിലൊക്കെ എന്റെ കൂടെ നിന്നത് സ്വപ്നം മാത്രം. സ്വപ്നം അവിടെ കെയർ ഹോം വർക്കിനോ ക്ലാസ് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷന് പോലും എനിക്ക് എത്താൻ പറ്റിയില്ല. കെയർ ഹോമിൽ പോകും. കെയർ ഹോമിൽ രാവിലെ പോയാൽ രാത്രി വരും. അത് ഒരു ആഴ്ചയിൽ 4 ദിവസമാണ്. ബാക്കി 2 ദിവസമെങ്കിലും ഓഫ് എടുക്കണം. ആ 2 ദിവസവും പണിക്കണം, അടുത്ത മണിക്കൂർ. ആ പണി കഴിഞ്ഞ് വന്നിട്ട് രാത്രി അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ആ റെസ്റ്റോറന്റിൽ പണി. പിന്നെ മെഹന്തി ഇടാൻ പോകും. അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസം സഫ്ന വർക്ക് ചെയ്തു. എനിക്ക് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഇക്കാക്ക് ഇൻകം ഇല്ല. അപ്പൊ എനിക്ക് നാട്ടിലെ ഡെപ്റ്റ് ഉണ്ട്, അത് മാസം എനിക്ക് അടക്കണം, ലോൺ അടക്കണം. പിന്നെ ഉമ്മച്ചിയുണ്ട്, ഉമ്മച്ചിയുടെ കാര്യം നോക്കണം, റെന്റ് അടക്കണം. അപ്പൊ അതെല്ലാം ഞാൻ ഏറ്റെടുത്ത്. എനിക്ക് ഇക്കാര്യം ട്രസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ലൈഫ് തരും എന്നുള്ളൊരു, എനിക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വർക്ക് ചെയ്ത് രാവിലെ പോവുക, രാത്രി വരാം. ആ ഒരു ക്യാഷ് എടുത്ത് വെച്ച് ലോണിലോട്ട് അടക്കുന്നു, ഓരോ ഇതിലോട്ട് അടക്കുന്നു, ഉമ്മച്ചിക്ക് അയച്ചു കൊടുക്കുന്നു, ഉമ്മച്ചിയുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്റെ എക്സ്പെൻസ്, UK എക്സ്പെൻസ് അറിയാലോ, നമുക്ക് അവിടെ ജീവിക്കാനുള്ള അത് മീറ്റ് ചെയ്യണം. എനിക്ക് ബാക്കിയുള്ളവർ എന്റെ ഏജിലുള്ളവർ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാനും ആ ഏജിലാണല്ലോ. ബട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് ലൈഫ് സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ബാക്കിയുള്ളവരെക്കാളും നല്ല ലൈഫ് എനിക്ക് കിട്ടി. പക്ഷെ അതാണ് അത് ഉള്ളിന്ന് വരുന്നതാ. അതിങ്ങനെ അത് വേണം. ഇപ്പൊ ഈ ഒരു ലെക്ചർ കിട്ടുമ്പോ ആ സ്വീറ്റ്നെസ് ശരിക്കും സിറ്റുവേഷനില് എല്ലാവരും എന്റെ അടുത്ത് പറയും, എടാ മതി ഇത് ഇട്ടിട്ട് പോകും, നിനക്ക് പറഞ്ഞിട്ടില്ല, നിന്നെ കൊണ്ട് നടക്കൂല, ഇത് നീ വേറെ വല്ല പണിക്കും പോകും, 12,000 ദിർഹംസ് പണി കിട്ടണ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലൊരു സക്സസ് കണ്ടിട്ടേ പോകുള്ളൂ. എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം എനിക്ക് 100% ഉറപ്പായിരുന്നു എനിക്ക് കറക്റ്റ് ആയിട്ടൊരു മെന്ററിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടി എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്ന് അവസാനം ഒരു ദിവസം ദിയാറിൽ ഇതുപോലെ പെട്ട് നിന്ന് സെൽഫി വീഡിയോ എടുത്തോണ്ടിരിക്കണം. സെൽഫി വീഡിയോ എടുത്തിട്ട് ഇതാണ് നമ്മുടെ പുതിയ പ്രൊജക്ട്, ആ വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണം. ബാക്കിയും ഒരാൾ സ്വന്തമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണോ എന്തിപ്പത്തെ അവസ്ഥ നമ്മൾ പുതിയൊരു ഓഫീസ് തുടങ്ങുന്നുണ്ട്, താല്പര്യം വിശ്വസിച്ച്
പക്ഷെ കാലുവരി ഇപ്പൊ ഞാൻ നമ്മുടെ കമ്പനി പോകുന്നുണ്ട്. ഇപ്പൊ ഒരു പയ്യൻ വന്നിട്ട് അമ്മാതിരി ഭയങ്കര ഇതാണെന്ന് പറയും. കാരണം ഇന്ന് ഞാൻ ELL-ന്റെ വൺ ഓഫ് ദ പില്ലറാ. ഇന്ന് എന്റെ കമ്പനിയിൽ വന്ന ഒരാള് അങ്ങനെ നമ്മുടെ കമ്പനിക്ക് പറ്റാത്തൊരു ഒരു വൈബാണ് ഇറക്കണമെങ്കിൽ ഞാൻ തന്നെ പറയും അത് തന്നെയാണ് മാം. അത് പടച്ചോൻ എനിക്ക് എന്നാ കളിയാ. പക്ഷെ പടച്ചോൻ എനിക്ക് എന്നെ പഠിപ്പിച്ചതാ. ഇല്ലെങ്കിൽ പടച്ചോൻ എനിക്ക് തിരിച്ച് ആശാന്റെ മുമ്പിൽ കൊണ്ട് തന്നെ ഇടൂലല്ലോ. ഞാൻ പോകുമ്പോ എന്തിനാ ആശാനോട് ആശാൻ എന്തോരം സ്ഥലത്ത് പോവാ, മാമിന് എന്തോരം സ്ഥലത്ത് പോവാ, എന്നെ മാത്രം അവിടെ എന്തിനു കാണാം. കറക്റ്റ് കിട്ടുന്ന നീ ഒന്നും ഇല്ലെങ്കിൽ എന്നിട്ട് നിന്നെ അവിടെ തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ. എനിക്കൊന്ന് ELL പറഞ്ഞു വിട്ടേക്കണ ഏതോ ഒരാളെയും തിരിച്ചെടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓഫീസിലേക്ക് പുതിയ ഓഫീസ് വന്നു. ഫെബ്രുവരി ടൈമിലാണ് ഞാൻ ELL രണ്ടാമത് ജോയിൻ ചെയ്യാൻ. സാഗോസ് ഒരു 1 hour സെഷൻ. ആ 1 hour സെഷൻ വന്നപ്പോ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതെന്താ ചെയ്യില്ല, അതെങ്ങനെ ചെയ്യില്ല, അതെങ്ങനെ ചെയ്യില്ല എല്ലാം പറഞ്ഞുതരാം. ആദ്യം സജാവ് എന്നെ വിശ്വസിക്കുന്നു. ആ ഞാൻ പറഞ്ഞത് കേൾക്കൂ. കേൾക്കാം. ശരി പൈസ ഒരു 2000 എന്തായാലും അതുകൊണ്ടല്ല നിലവിൽ താമസിക്കുന്ന 5 മാസം റെന്റ് കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് മെസ്സിന്റെ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ മെട്രോ കാർഡ് റീചാർജ് ചെയ്യണം. കുറച്ച് അവിടെ കടം വാങ്ങിച്ചിട്ട് ദുബായിൽ തന്നെ ഉള്ളവർക്ക് കടം വാങ്ങിച്ചിട്ടുണ്ട്. 500 കൂടി 200 നേരെ പോയി മുടി തടി കെട്ടി നേരെ ഓഫീസിലേക്ക്. കൊള്ളാലോ, വർക്കത്തായി. ഇനി സജാദ് ഡീലടിക്കും. ഒരു 1 hour സെഷൻ തന്നെ. പിറ്റേ ദിവസം എന്റെ ആദ്യത്തെ ഡീൽ. അത് താടി കൂടി വെട്ടാൻ ആശം പറഞ്ഞത് എന്താന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഏതൊരു ഫാമിലിക്കും നമ്മൾ ആക്സെപ്റ്റബിൾ ആയിരിക്കും. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വരും, കസ്റ്റമർ വരും, അതൊരു ലേഡി ആണെങ്കിൽ അവർക്ക് നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കും. അതുകൊണ്ട് നല്ല മെനക്ക് നടക്കും. ഞാൻ മറ്റേ കൊച്ചി ഞാൻ ELL വന്നതിന് ശേഷമാണ് എന്റെ ലൈഫ് പച്ചപിടിച്ചത്. അപ്പോ അന്നത്തെ ആ ദിവസം ആശാന്റെ ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഡീലർഷിപ്പ് അൽഹംദുലില്ലാ ഇന്ന് ഈ സമയം വരെ ഒരു മാസം പോലും ഡീലില്ലാത്ത ഒരു മാസം. ഞാൻ ELL കയറിയതിനു ശേഷം എന്റെ ഒരേ ഒരു ഫോക്കസ് എനിക്ക് ലൈഫിൽ സക്സസ് ആകണം എന്നുള്ളതാണ്. എന്റെ വൈഫിനെ തിരിച്ച് എന്റെ കൂടെ കൊണ്ടുവരണം. ഇനി അവളെ പണിക്ക് വിടരുത്. അവള് വെറുതെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം. എന്റെ ഉമ്മച്ചിക്ക് പാപ്പയ്ക്ക് മണമുള്ള വീട് തിരിച്ചെടുക്കണം. ഞങ്ങള് പ്രൈസ് ടാഗ് നോക്കാതെ ഒരു സാധനം വാങ്ങുന്നത്. ഒരു റെസ്റ്റോറന്റിൽ കഴിക്കാൻ പോകുമ്പോ മെനു കാർഡില് എന്താ കഴിക്കേണ്ടതെന്ന് നോക്കിയാൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പ്രൈസ് കാർഡ് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. അൽഹംദുലില്ലാ ഇന്ന് എന്റെ പണയം വെച്ച വീട് തിരിച്ചെടുക്കാൻ പറ്റി. ഇന്ന് ദുബായില് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാൻ പറ്റി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. പിന്നെ ഞാൻ ELL-ന്റെ ബോർഡ് മെമ്പറാണ്, സീനിയർ മാനേജറാണ്. എന്റെ അണ്ടറിൽ ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ഫയറായിട്ട് സജാദിനെ വിശ്വസിച്ച് നിൽക്കുന്ന കുറെ പിള്ളേരുണ്ട്. അവരുടെ ഫാമിലി നമ്മുടെ കയ്യിലാണ്. എന്റെ ടാക്ടിക്സും എന്റെ സ്ട്രാറ്റജിയിലും റിസൾട്ട് ഉണ്ട്. അൽഹംദുലില്ലാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിംഗ് കൊണ്ടാണ്, നിങ്ങളുടെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് എന്റെ ഇപ്പോഴും നിങ്ങൾ ചേർത്ത് പിടിച്ചതാണ്. താങ്ക് യു മാം, താങ്ക് യു ആശ. ഇതാണ് എന്റെ ലൈഫ് സ്റ്റോറി. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സക്സസ്, നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ലൈഫിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോർ എവർ റോസ് ആണ്. നിങ്ങളുടെ ഈ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഫോർ എവർ ആയിട്ട് ഇതൊരിക്കലും മാറാത്ത റോസാണ്, റിയൽ റോസാണ്. നമ്മുടെ റിലേഷൻഷിപ്പ്